എല്ലാവർക്കും നമസ്കാരം. ഞാൻ അലക്സ് അഞ്ജന. വെൽക്കം ടു അലക്സ് അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ സിനിമയിൽ പാടിയ ഒരു പാട്ട് വെച്ച് തുടങ്ങിയാലോ? സത്യം എന്ന സിനിമയിൽ ഞാൻ പാടിയ എം ജയചന്ദ്രൻ ചേട്ടൻ സംഗീതം ചെയ്ത വിസില് വിസില് വിസിലടി വിസില് 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 നൈസാനടി എൻ്റെ ലവിൻ്റെ വിസിലടി ജോറ് ജോറ് തട്ടാതെ മുട്ടാതെ നില്ലടി എൻ്റെ കെട്ടാകെ പൊട്ടാതെ നോക്കടി. ഇന്നെന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറ. ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വില കുറഞ്ഞ രീതിയിൽ നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഈ പാൻഡമിക്കിൻ്റെ ടൈമിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ റേഷനരി കാണും. അപ്പം അതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഏകദേശം 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കുതിർത്ത് കഴുകി എടുത്ത അരിയാണിത്. റേഷനരി ഇത് വളരെ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ 3/4 വേവിൽ വേണം വേവിച്ചെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂർ കുതിർത്തതാണ്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇതിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ആവശ്യത്തിന് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. നമ്മളിത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം വയ്ക്കാം. ഇനി അരി ഇതിലേക്ക് ഇടുന്നു. പിന്നെ മസാലയ്ക്കായിട്ട് നമ്മൾ ഹോൾ സ്പൈസസ്, അതായത് 2 ബേ ലീവ്സ്, പിന്നെ ഒരു സ്റ്റാർ അനീസ്, 6-7 ഗ്രാമ്പൂ, ഒരു പട്ട പൊടിച്ചത്, 4-5 ഏലക്ക. പിന്നെ വേണ്ടത് മഞ്ഞൾ പൊടി ഇടണം താല്പര്യമുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. വെളുത്തിരുന്ന അങ്ങനെ ഇഷ്ടം ആണെങ്കിൽ അങ്ങനെ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് തിളപ്പിച്ചൂറ്റുന്നതുകൊണ്ട് ഉപ്പൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് പോവും. എന്നാലും കുറച്ച് അതിൽ പിടിക്കുമല്ലോ, അത്രയും വേണം. പിന്നെ ഒരു നാരങ്ങയുടെ നീര്, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും തിളപ്പിച്ച് ഊറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി ഇതൊന്ന് 3/4 വേവാകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഊറ്റി മാറ്റാം. സ്പൈസസ് ഒക്കെ അതിനകത്ത് കിടന്നോട്ടെ. അടച്ചു വെച്ച് വലിയ നേരം വേണ്ട, പെട്ടെന്ന് തന്നെ വേവും. നോക്കാം. ബിരിയാണിയിൽ അവസാനം ഇടാനായിട്ട് ഞാൻ ഒരു ചെറിയ സവാള എണ്ണയിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂസും കിസ്മിസും. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ വറുത്തെടുത്ത പാത്രം വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കോക്കനട്ട് ഓയിലിന് പകരം റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി വഴറ്റണം. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇതില്ലേലും കുഴപ്പമില്ല. ഇത് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ ചിക്കൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാണാവോ? 1 കിലോ ചിക്കൻ കറി കട്ട് പീസസ് ആണ്. അതിൽ മഞ്ഞളും 1 നാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറോളമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ ഗ്രേവി ആക്കാൻ പോകുന്നത്. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് 1.5 ടേബിൾ സ്പൂൺ ഒന്ന് വഴണ്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പട്ടയും ഗ്രാമ്പൂന്നും ഇതിൽ ചേർക്കാത്തത്, ഞാൻ ബിരിയാണി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഓൾറെഡി റൈസിൽ നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇടണം. ഇതൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. ഉള്ളി ഒന്ന് വഴണ്ട് തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ
4 പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിരിയാണി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അതിന് വ്യത്യാസം എന്താ വെച്ചാൽ ഗരം മസാലയിൽ നിന്ന് വ്യത്യാസം ഇതിനകത്ത് ഷാ ജീര എന്ന് പറഞ്ഞ ജീരയുണ്ട്. അതായത് ബ്ലാക്ക് ക്യുമിൻ ആണ്, അതായത് ഫെനൽ സീഡ്സ്, നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ ഇച്ചിരി വ്യത്യാസമാണ്. പെരിഞ്ജീരകത്തിൻ്റെ മണമല്ല ഇതിന്, ഷാ ജീരയ്ക്ക്. അതിനൊരു മധുരമുണ്ട്, അതായത് സ്വീറ്റ് ബ്ലാക്ക് ക്യുമിൻ എന്ന് പറയും. നല്ലൊരു മണമാണ് ആ ബിരിയാണിക്ക്, അതിൻ്റെ മണം കൊടുക്കുന്ന ആ ഷാജീരയാണ്. അപ്പം അതും പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും ജാതിപത്രിയും എല്ലാം കൂടെ പൊടിച്ച് വെച്ച മസാലയാണ്. ഈ ഷാജീരയ്ക്ക് ഇച്ചിരി ഡാർക്ക് കളറാണ്, മറ്റേ പെരിഞ്ജീരകം പോലെ ഒരു ലൈറ്റ് യെല്ലോ കളറല്ല, ഇച്ചിരി ഡാർക്ക് കളറാണ്. അതായത് ബ്ലാക്ക് ക്യുമിൻ സീഡ്സ്, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. സ്വീറ്റ് ബ്ലാക്ക് ക്യുമിനാണ്, കരിഞ്ജീരകത്തിൻ്റെ ഒരു സ്വീറ്റ് വേർഷൻ. ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് അതിനുശേഷം പൊടികൾ ചേർക്കണം, പിന്നെ തക്കാളി ചേർക്കണം. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ അരിയും കൂടെ ശ്രദ്ധിച്ചോണം, എന്ന് വെച്ചാൽ വെന്ത് പോകരുത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം അരഭാഗത്തോളം വെന്തിട്ടുണ്ട്. എന്താ ഇനി ഒരു 3 മിനിറ്റ് കൂടെ മതിയാവും, അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് കുഴഞ്ഞു പോയാൽ ആകെ മൊത്തം ടെക്സ്ചറും എല്ലാം പോവും. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് മാക്സിമം മതിയാവും. ഇവിടെ ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അധികം വഴണ്ടിട്ടില്ല, എന്നാലും നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എരിവിനായിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ ഇടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബിരിയാണി മസാല, പിന്നെ അവസാനം വേണമെങ്കിൽ 1 നുള്ളൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വച്ചേക്കുന്നത് ഇത് കാണാവോ, രംഭ ഇല എന്ന് പറയും, പാൻഡൻ ലീവ്സ്. ഇത് ചിക്കൻ കറിക്ക് നല്ലൊരു മണം കൊടുക്കും, അതിന് ചേർക്കണം. ഇതൊന്ന് പൊടിയൊന്ന് മൂത്തോട്ടെ. ഒന്ന് പൊടി മൂത്ത് കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 1/4 വേവിൽ ചോറ് വെന്തിട്ടുണ്ട്. ഇനി വെന്താൽ കുഴഞ്ഞു പോകും. ഇനി ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്, എന്നിട്ട് ചോറ് കാണിക്കാം. അങ്ങനെ ബിരിയാണിക്കുള്ള ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്തതൊന്ന് മൂത്തു. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ. ഉപ്പ് ആവശ്യത്തിന് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുക്കാം. ചിക്കനിലും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ രംഭ ഇല അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കെട്ടി വേണമെങ്കിലും ഇടാം, മാറ്റണമെന്നുണ്ടെങ്കിൽ. ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഫ്ലേവർ അങ്ങ് മാറും. പിന്നെ താല്പര്യമുള്ളവർക്ക് പുതിനയില മല്ലിയിലയൊക്കെ അരച്ച് ചേർക്കുകയോ വഴറ്റി ചേർക്കുകയോ ഒക്കെ ചെയ്യാം. ഈ സമയത്ത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, മല്ലിയില മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ദം ചെയ്യുമ്പോൾ മല്ലിയില ചേർക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സായി. ഇനി ചേർക്കേണ്ടത് ചിക്കനാണ്. അതാണല്ലോ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ചിക്കൻ 1 കിലോ, 1/2 കിലോ ആണെങ്കിൽ അങ്ങനെ മതി. ഇതിപ്പോൾ ഞാൻ 1 കിലോ എടുത്തിട്ടുണ്ട്. നാരങ്ങ നീരും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെച്ചതാണ്. ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ തക്കാളിയും ചേർക്കാമായിരുന്നു, ഞാനിപ്പോഴാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി, ഇപ്പം വെള്ളം ചേർക്കാതെ ഒന്ന് നല്ലപോലെ വഴറ്റി ഒന്ന് വരണ്ട് വരണം. എന്നിട്ട് നമുക്ക് അല്പം തൈരും വെള്ളമൊക്കെ ചേർക്കണം. തീ കൂട്ടി വെച്ച് വേണം ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാൻ. കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി ചിക്കൻ്റെ. 2 മിനിറ്റ് കൂടെ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം അല്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്ത് തുടങ്ങി.
ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തൈര്, ഇടത്തരം പുളിയുള്ള തൈര്. അപ്പോൾ അതുകൂടെ ചേർത്തൊന്ന് ഇളക്കുക. ഇനി തിളപ്പിച്ച വെള്ളം 1 കപ്പ് ചേർക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിക്കാം. ആ ഒഴിച്ച 1 കപ്പ് വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ. ചിക്കൻ അങ്ങനെ ഓൾമോസ്റ്റ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കുറച്ചേരം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇനി വേവും. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി, അത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും. ഈ ലെയർ ചെയ്യുന്നതിന് പകരം ഗ്രേവി അടിയിലും ചോറ് മുകളിലുമായിട്ട് ഇടുകയാണ്. ഉപ്പ് ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. 3/4 വേവായ ഈ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് തന്നെ ഓൾ സ്പൈസസ് ഒക്കെ ഉണ്ട്. ബേ ലീവ്സും പട്ടയും ഗ്രാമ്പും ഒക്കെ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇരുന്നോട്ടെ, ആ മണം കുറച്ചുകൂടെ ഇറങ്ങുമല്ലോ. അപ്പം ഇനി ഇതിങ്ങനെ മൊത്തമായിട്ട് ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി കണ്ടോ അല്ലേ? ഇങ്ങനെയൊന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, ചിക്കൻ പീസസ് ഉണ്ട്. ഇതെല്ലാം ആ ഒരു ഫ്ലേവർ മുകളിലേക്ക് ചോറിലേക്ക് വരും. നിരത്തി കൊടുക്കുക. വീണ്ടും കുറച്ച് വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ, പുതിനയില താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി നെയ്യ് ഒഴിച്ചു കൊടുത്തില്ലല്ലോ നമ്മൾ. ഇനി കുറച്ച് നെയ്യ്, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടപ്പ് കൊണ്ട് അടച്ച് നല്ല ടൈറ്റായിട്ട് ദം ചെയ്യുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന അടപ്പ് കൊണ്ട് അടയ്ക്കുക. ഇവിടെ ഒരു ഹോളുണ്ട് ചെറുത്, അത് കുഴപ്പമില്ല, ആവി പൊക്കോളും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ചെറിയ തീയിലിരിക്കട്ടെ. പാത്രത്തിന് അതായത് അടിയിൽ കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ വേറൊരു പഴയ തവയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടച്ച് ദം ചെയ്യുക. അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണി ആയോ എന്ന് നോക്കണ്ടേ? അങ്ങനെ 15 മിനിറ്റോളം ദമ്മിട്ടിരുന്നു. ചോറൊക്കെ ഇച്ചിരൂടെ വലിപ്പം വെച്ചിട്ടുണ്ട്. ഇനി അടിയിലാണ് ചിക്കൻ്റെ ഗ്രേവി. കണ്ടോ? വേണമെങ്കിൽ മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കഴിക്കാൻ നേരത്തെ മാത്രം ഒരു അരികിൽ നിന്ന് ഇങ്ങനെ കോരി കോരി എടുക്കാം. കണ്ടോ? വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പ് വെള്ളത്തിൽ ചേർത്തൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ചോറിൽ ഞാൻ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്, പിന്നെ നോക്കിയായിരുന്നു ഉപ്പൊക്കെ ഉണ്ടോയെന്നുള്ളത്. അങ്ങനെ ബസ്മതി റൈസും ഇല്ല, ജീരകശാല റൈസും ഇല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും
വില കുറഞ്ഞ് കിട്ടുന്ന അരി, റേഷൻ അരി കൊണ്ട് നല്ലൊരു നാടൻ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അവസാനം ആ മല്ലിയില കളറൊക്കെ പോയതുകൊണ്ടേ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോരുടെ ഇഷ്ടം പോലെ. വളരെ ടേസ്റ്റാണ്. ഇനി റെയ്ത്തയും പപ്പടവും അച്ചാറും കൂടെ മതി. നല്ലൊരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ റെഡിയായി കഴിഞ്ഞു. കഴിക്കാം. ഇപ്പം ചൂടോടുകൂടി നമുക്ക് ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിയിൽ നിന്ന് ചിക്കൻ പീസും ചോറും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കോരിയെടുക്കുക. മഞ്ഞൾ ചേർത്തുകൊണ്ട് ചോറിന് നിറമൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കിയേ എന്നാ മണമെന്നറിയോ? ഇനി ഇത് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച് കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഇനിയും ചോറിലോട്ട് നല്ല പോലെ ആ മസാലയൊക്കെ പിടിച്ച് കുറച്ചുകൂടെ നല്ല ഫ്ലേവറായിരിക്കും. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ ബിരിയാണി റെഡിയായി. ഇനി വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതുമൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചോറും ചിക്കനും ഒക്കെ കൂടെ ചേർത്ത് വെച്ച് കഴിക്കണം. ഇത് നമ്മുടെ ഒറിജിനൽ ബസുമതി റൈസ് ബിരിയാണി മാതിരി. ഈ നമ്മുടെ നാടൻ റേഷൻ അരിയാന്ന് പറയാല്ലേ, അടിപൊളി. എപ്പോഴും വീട്ടിൽ ബസുമതി റൈസ് കാണണമെന്നില്ലല്ലോ. അപ്പം അതില്ലെങ്കിലും നമുക്ക് ഈ അരി വെച്ച് എന്ത് ടേസ്റ്റി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വേണോ? ഞാൻ കഴിച്ചോട്ടെ. പിന്നെ അന്ന് ഈസ്റ്ററിന് സ്പെഷ്യലായിട്ടൊരു ബിരിയാണി ഇട്ടിരുന്നു. അത് വളരെ നല്ലൊരു ബിരിയാണിയാണ്. അത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കി എൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. പിന്നെ ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് മിർച്ചിക്ക സാലൻ എന്ന് പറഞ്ഞ ഡിഷ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. ഇതിനും പ്രത്യേകിച്ച് തന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ.